കുമ്പളങ്ങ ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല. അത് കറി വെച്ചാലാണെങ്കിലും അത് മോര് കറിയിലിട്ടാണെങ്കിലും നല്ല കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല. പോരാത്തതിന് ഇപ്പൊ എല്ലാവരും കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്ന ആളുകളാണ്. പക്ഷെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ജ്യൂസിലൊക്കെ ശരിക്കുള്ള എഫക്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജൈവിക രീതിയിൽ തന്നെ അത് നമ്മൾ കൃഷി ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പൊ ചില ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവും, അതിന് പടർത്താൻ ഒരുപാട് സ്ഥലം വേണ്ടേ, അതുകൊണ്ട് കുറെ ശ്രദ്ധ കൊടുക്കേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് ആൾക്കാർക്ക് പ്രയാസം ഉണ്ടാവും. അതിനൊക്കെ ഒരു എളുപ്പ വഴിയാണ് നമ്മളിന്ന് പറയുന്നത്. അങ്ങനെ സ്ഥലം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു മെത്തേഡ് പറയുന്നത് ബക്കറ്റിൽ നടാന്നുള്ള ഒരു സജഷനാണ്. നമ്മൾ ഇതേപോലത്തെ ഒരു ബക്കറ്റ് ആണെന്നെങ്കിൽ അതിൽ ഒരുപാട് സ്പേസ് ഉണ്ടാവും. നമ്മൾ ഗ്രോ ബാഗിനേക്കാളും കുറച്ചും കൂടി സ്പേസ് കൂടുതൽ കിട്ടുകയും ചെയ്യും. കുറെ അധികം വളങ്ങളും മണ്ണൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു പറമ്പിൽ നിൽക്കുന്ന ഒരു ഫീല് നമ്മുടെ കുമ്പളത്തേക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇതിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വളം ചേർത്ത് കൊടുക്കുമ്പോൾ അതൊരു മിതമായ രീതിയിൽ മാത്രമേ നമുക്ക് നിലത്ത് വെച്ച് കൊടുക്കുന്ന പോലെയുള്ള വളങ്ങൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം അതിനത് താങ്ങൂല. കാരണം ചെറിയ സ്പേസ് അല്ലേ. ഇതിന് കുറച്ച് വളങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അത് പലപ്പോഴായിട്ട് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ എളുപ്പമുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങൾ നനയ്ക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് 2 നേരം രാവിലെയും വൈകുന്നേരം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് വെള്ളമായി വളമായി. നമുക്കൊരു എളുപ്പമുള്ള ഒരു രീതിയാണത്. പടർന്നു തുടങ്ങിക്കഴിഞ്ഞാൽ കുമ്പളത്തിന് ഏറ്റവും മേലേക്ക് കയറി പോകാനാണ് ഇഷ്ടം. അത് നമ്മൾ താഴത്ത് പടർത്തുകയാണെങ്കിലും എന്തെങ്കിലും ഒരു കമ്പോ ഒരു തയ്യോ പിടുത്തം കെട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ മേലേക്ക് കയറി പോയിക്കോളും. തുടക്കത്തിൽ തന്നെ അത്യാവശ്യമുള്ള വളം വെള്ളമൊക്കെ നന്നായി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇതേപോലെ ആരോഗ്യത്തോടു കൂടി വളർന്നു വരുള്ളൂ. തുടക്കത്തിൽ വെള്ളവും വളവും കുറയുകയാണെന്ന് വെച്ചാൽ അപ്പോൾ ചെറുപ്പത്തിലെ തന്നെ അത് മുരടിച്ച് പോവുകയും ചെയ്യും. ഇതുപോലെ നല്ല ആരോഗ്യത്തോടു കൂടി ഒരു വളർച്ച കിട്ടുകയാണെങ്കിൽ അത് ഫോഴ്സിൽ തന്നെ അത് നന്നായി മേലേക്ക് കയറി പോവുകയും ചെയ്യും. ഇതേപോലെ പൂവും കായ്കളൊക്കെ ആയി വരുന്ന സമയത്ത് അതിന് നന്നായി വന്ന് പ്രത്യേക തരത്തിലുള്ള രീതിയിൽ നമ്മൾ വളം കൊടുക്കുകയും വേണം. സാധാരണ ഇതേപോലെ കായൊക്കെ പിടിച്ചു വരുന്ന സമയത്ത് കുറച്ച് കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ചാരം കൂടി കലക്കിയിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് കടയിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതുപോലെ നല്ലോണം തളിർത്ത് ഒരുപാട് ഇലകളും ഒക്കെ ഉണ്ടായി വരുമ്പോൾ കുറച്ചധികം ഇലകളൊക്കെ കാണുമ്പോൾ ഞാൻ വല്ലപ്പോഴൊക്കെ ഒന്ന് ഇതേപോലെ കറിക്ക് നുള്ളിയിട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം കുമ്പളത്തിന്റെ ഇലയ്ക്ക് നമ്മളെ കുടലിലെ അഴുക്കളൊക്കെ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ഞാൻ ഇലയായിട്ട് തന്നെ ഇതും ഈ കുമ്പളത്തിന്റെ ഇലയും ഉപയോഗിക്കാറുണ്ട്. ഒരുവിധം വിളവെടുപ്പൊക്കെ കഴിഞ്ഞാലും ഇതേപോലെ ചെറിയ ചെറിയ പുതിയ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായി വരും. പക്ഷെ വലിയ ആരോഗ്യത്തോടു കൂടി ഒന്നല്ല അത് വരിക. അതുകൊണ്ട് തന്നെ അതിൽ കായ്കൾ പിടിക്കാനും പ്രയാസമാണ്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് ഇതിന്റെ ഇലകളൊക്കെ നമ്മൾ നുള്ളിയെടുത്തിട്ട് ഉപയോഗിക്കുക. പിന്നെ അതിൽ നിന്ന് നമ്മൾ കായ് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഞാനിതേപോലെ ഒന്നിച്ച് ഒരു പിടിയായിട്ട് അരിഞ്ഞിട്ട് ഒരു ഈസി ആയിട്ട് വേഗം ഒറ്റ പിടിയിൽ തന്നെ ഒരുക്കിയിട്ട് അരിഞ്ഞെടുക്കുക ചെയ്യാറുള്ളത്. പണ്ടത്തെ ആളുകളൊക്കെ അത് ഓരോ ഇലകളെടുത്ത് അതിന്റെ നാരൊക്കെ നീക്കിയ ശേഷമാണ് നമ്മൾ മത്തയുടെ ഇലയും കുമ്പളത്തിന്റെ ഇലയ്ക്ക് കറി വെക്കാറുള്ളത്. അതിങ്ങനെ കീറി എടുത്തിട്ടാണ് അവർ ചെയ്യാറുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇനി ഇതിങ്ങനെ കയറിപ്പോയിട്ട് നമ്മുടെ ടെറസിന്റെ മേലേക്കാണ് പോയിട്ട് നമ്മുടെ വിറകുവരുടെ മേലേക്കാണ് പോയിട്ടുള്ളത്. ഇപ്പൊ കുമ്പളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള സ്ഥലത്തേക്കാണ് പടർന്നു പോവുകയാണെങ്കിൽ നല്ല നന്നായി കായ്ക്കും. ഇതിലൊക്കെ നമ്മളൊരു നല്ല പടരാൻ പാകത്തിലുള്ള സ്ഥലം നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി. അത് പിന്നെ അത് അങ്ങനെ അതിന് മേലേക്കായിട്ട് കയറി പോയി കായ്ച്ചോളും. നമ്മൾ പോയി വിളവെടുത്താൽ മതി. നമുക്ക് താഴെ നിന്ന് നനച്ചു കൊടുത്താൽ മാത്രമേ വേണ്ടുള്ളൂ. നമ്മുടെ ടെറസിന്റെ മേലേക്ക് കുമ്പളങ്ങ കയറിയത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടില്ലേ? വിറക് വരെയും കഴിഞ്ഞിട്ട് അത് നമ്മളെ വീടിന്റെ മേലേക്ക് വരെ കയറിയിട്ടുണ്ട്. നല്ല വലിയ കുമ്പളങ്ങളായിട്ടാണ് കിടക്കണല്ലേ. കുമ്പളം പെൺപൂവിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഇടയ്ക്ക് കുറച്ച് ചാണകവെള്ളം കലക്കിയിട്ട് അതിന്റെ കടയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഒന്നാമത് വളർച്ചയ്ക്കും അതുപോലെ തന്നെ കായ്കൾ പിടിക്കാനും വളരെ നല്ലതാണ്. കായ്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാതും പൊട്ടിച്ചെടുക്കാറില്ല. ഇതുപോലെ 1-2 ഞാൻ വിത്തിന് വേണ്ടി നിർത്താറാണ് പതിവുള്ളത്. നമ്മുടെ ഈ കുമ്പളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് കഴമ്പുള്ള ഭാഗമാണ് കൂടുതലുള്ളത്. ചില കുമ്പളം മുറിച്ച് കഴിഞ്ഞിട്ട് ഒരു തോട് പോലെ ചെറിയൊരു പീസേ കിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗത്തൊക്കെ അതിന്റെ വിത്തുകളും അതിന്റെ ചോറൊക്കെ ആയിട്ട് കുറെ ഭാഗം അങ്ങനെ പോകും. പക്ഷെ നമ്മുടെ ഈ കുമ്പളത്തിന് ഒരു ചെറിയ പീസ് അരിഞ്ഞാൽ തന്നെ കുറെ കഷ്ണങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ വിത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു കൊണ്ടുനടക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതാ ഇവിടെയും പടർന്നിട്ട് കുമ്പളങ്ങ കിടക്കാണ്. വള്ളിയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. കണ്ടാ? ഇതൊക്കെ പൊട്ടിച്ചെടുക്കാൻ പാകത്തിലായിട്ടുണ്ട്. ഇത് കാണുന്ന ആർക്കും മനസ്സിലാവും കുമ്പള കൃഷി എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണെന്നുള്ളത്. അതിന് ഒരുപാട് സ്ഥലവും ആവശ്യമില്ല, ഒരുപാട് സമയം ആവശ്യമില്ല. നമ്മുടെ വീടിന്റെ അടുക്കള ഭാഗത്തൊക്കെ ആണെച്ചെങ്കിൽ ആ കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുത്താലും നന്നായി കായ്ക്കുകയും ചെയ്യും, വിളവെടുക്കുകയും ചെയ്യാം.